ഇനി നമുക്ക് മുളക് ബജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുളക് ബജി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 6 ബജി മുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞെട്ട് കുറച്ച് മാത്രമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുളക് 2ആയിട്ട് കട്ട് ചെയ്യാം. പകുതിക്ക് വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ നടുവേ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഞെട്ട് കൂടിയിട്ട് ഇങ്ങനെ പകുതിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വറുത്ത് കോരി എടുക്കാനായിട്ട് എളുപ്പമുണ്ടാകും. ഉണ്ടോ? ഇനി എടുക്കാം. ഇങ്ങനെ എല്ലാവരും കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ മുളകൾ എല്ലാവരും 2ആയിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഞെട്ട് പകുതിക്ക് വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് കോരി എടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കും. മുളകിൻ്റെ ഞെട്ടോട് കൂടിയിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ച് എടുക്കാനായിട്ടും പറ്റും. ഇങ്ങനെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് 3 കപ്പ് കടലപ്പൊടി, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഉപ്പ് ആവശ്യത്തിന്. ഞാനിവിടെ 1 ടീസ്പൂണാണ് ഇടുന്നത്. 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്ര എടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബേക്കിംഗ് സോഡ ഇട്ടിരിക്കുന്നത് നമ്മൾക്ക് ഇവിടെ നിന്നൊക്കെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒക്കെ നല്ല മൊരിഞ്ഞ് പൊങ്ങി വന്നിരിക്കുന്ന മുളക് ബജി ആയിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. അങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല വീർത്തിട്ടുള്ള കോട്ടിങ് വരാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ഇട്ടേക്കുന്നത്. വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇതിൽ അല്പാൽപ്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. തിക്ക് ബാറ്റർ ആയിരിക്കണം, ലൂസായി പോകരുത്. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മളുടെ വിരലൊന്ന് ഇങ്ങനെ മുക്കി നോക്കുക. നാവിൽ ഉണ്ടോ, അത് പിടിച്ചിരിക്കുന്നതുണ്ടോ? അപ്പോൾ കറക്റ്റാണ്, അങ്ങനെ പിടിച്ചിരിക്കണം. ഇനി ഒരു ബജി ചില്ലി ബജിയും എടുത്ത് ഈ മാവിൽ ഡിപ്പ് ചെയ്യുക. ഈ തണ്ടിലിങ്ങനെ പിടിച്ചിട്ട് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് തണ്ടിലിങ്ങനെ പിടിക്കാം. എണ്ണയിൽ മുക്കി പൊരിക്കാം. ഇങ്ങനെ ഓരോന്നും മുക്കി പൊരിച്ചെടുക്കാം. ഒരു വശം മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ പകുതിയായിട്ടാണ് വറുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിലും ഇതിങ്ങനെ വീർത്ത് വരുന്നത് കൊണ്ട്, ഈ മാവ് വീർത്ത് വരുന്നത് കൊണ്ട് അത് ഒരു മുഴുവൻ മുളക് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ 2 സൈഡും മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ബജി തയ്യാറായിട്ടുണ്ട്.